ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്കും എക്സൽ ബിഗിനേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോർമുലയാണ് ഇഫ് പ്ലസ് ഓർ ഫോർമുല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഈ ഫോർമുല പഠിച്ചു, അതിൻ്റെ 2-3 പ്രാക്ടിക്കൽ കേസസ് പഠിച്ചു. ഇനി നമ്മൾ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് പഠിക്കാൻ പോകുന്നത്, ഇഫ് പ്ലസ് ഓർ കോമ്പിനേഷൻ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും മറക്കരുത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ കുറച്ച് എംപ്ലോയീസിൻ്റെ പേരുണ്ട്, അതായത് 5 എംപ്ലോയീസിൻ്റെ പേരുണ്ട്. അവർക്ക് അവർ ചെയ്ത സെയിൽസ് എമൗണ്ടും അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു കേസും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ അവർക്ക് ബോണസ് കൊടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബോണസ് കൊടുത്ത ഒരു പ്രാക്ടിക്കൽ കേസ് പറഞ്ഞായിരുന്നു, ഇത്ര എമൗണ്ടിൽ നിന്നും എബോവ് ആയിട്ട് സെയിൽ ചെയ്തവർക്ക്, അതായത് ഒരു ഫിക്സഡ് എമൗണ്ടിൻ്റെ എബോവ് സെയിൽ ചെയ്തവർക്കെല്ലാം നമ്മൾ ബോണസ് കൊടുത്തു. പക്ഷേ ഈ കേസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എങ്ങനെയായിരുന്നു, ഇത്ര എമൗണ്ടിന് എബോവ് ചെയ്തവർക്കും ബോണസ്, അല്ലെങ്കിൽ അവർ ടാർഗറ്റ് എത്തിയിട്ടുണ്ടോ, അതായത് ഏതെങ്കിലും 2 കേസ്, ഒന്നെങ്കിൽ ടാർഗറ്റ് എത്തുക അല്ലെങ്കിൽ അവർ ഇത്ര എമൗണ്ടിന് കൂടുതൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മൾ ബോണസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതാണ് ഇന്നത്തെ കേസ്. ഇപ്പോൾ ഇന്നത്തെ കേസിൽ എംപ്ലോയീസിന് ഒന്നെങ്കിൽ അവർ ടാർഗറ്റ് എത്തണം, അല്ലെങ്കിൽ 90,000 രൂപയ്ക്ക് മുകളിൽ അവർ സെയിൽ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ബോണസ് കിട്ടും. ഇതിലേതെങ്കിലും ആണെങ്കിൽ അവർ ബോണസിന് എലിജിബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ബോണസ് സ്റ്റാറ്റസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് എലിജിബിൾ ആണോ എലിജിബിൾ അല്ലയോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ ആയിട്ട് ആദ്യത്തെ നോർമൽ ഈ ഫോർമുല എഴുതുന്നു. ഇസ് ഈക്വൽ ടു ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് സെയിൽ എമൗണ്ട് സെലക്ട് ചെയ്തു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90,000 നമ്മൾ പറഞ്ഞത് 90,000. അപ്പോൾ 90,000 എഴുതുന്നു, കോമ അപ്പോസ്ട്രോഫിയിൽ ബോണസ്, കോമ അപ്പോസ്ട്രോഫിയിൽ നോ ബോണസ്, അപ്പോസ്ട്രോഫി ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ സെല്ലിൽ നമുക്ക് ബോണസ്, അനു എന്ന് പറഞ്ഞ സ്റ്റാഫിന് ബോണസ് ഉണ്ട്, രാഹുലിനും മീരിക്കും നോ ബോണസ്, അർജുന് ബോണസ് ഉണ്ട്, ദിവ്യയ്ക്ക് നോ ബോണസ്. ഇപ്പം നമ്മളെങ്ങനെ നോർമൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് തൽക്കാലം, അതായത് 90,000 എബോവ് ഉണ്ടെങ്കിൽ ഇവർക്ക് ബോണസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ കണ്ടീഷൻ ഇതായിരുന്നു, ഒന്നെങ്കിൽ 90,000 എബോവ് വേണം, അല്ലെങ്കിൽ അവർ ടാർഗറ്റ് എത്തിയാൽ മതി, അവർക്ക് ബോണസ് നമ്മൾ കൊടുക്കും. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ടാർഗറ്റ് എത്തിയോ എന്നുള്ള കാര്യം. അപ്പോൾ കണ്ടീഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. നമ്മളിനി ഈ ഇക്വേഷൻ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓറിൻ്റെ കോമ്പിനേഷനും കൂടി ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ പോവുകയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, 90,000 കഴിഞ്ഞിട്ടുള്ള അവിടെ നമ്മൾ അടുത്ത ക്രൈറ്റീരിയ എഴുതുകയാണ്. എന്താണ് ആ സെല്ല്, അതായത് C2 ഇസ് ഈക്വൽ ടു യെസ്, അതായത് ടാർഗറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം എന്ന രീതിയിൽ യെസ് എഴുതിയിട്ട് കോമ ഇട്ടു. ഒന്നും കൂടിയും പറയാം, C2 ഇസ് ഈക്വൽ ടു അപ്പോസ്ട്രോഫിൽ എസ് ഇട്ടു, കോമ ഇട്ടു, നമ്മൾ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വന്നു, യു ഹാവ് എൻറ്റേർഡ് ടു മെനി ആർഗ്യുമെൻറ്റ്സ് ഫോർ ദിസ് ഫംഗ്ഷൻ. അതായത് ഈ ഫംഗ്ഷനിൽ തന്നെ നിങ്ങളിപ്പം കുറേ തന്നെ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞു. എന്താ, നിങ്ങൾ ആദ്യം പറഞ്ഞു 90 മുകളിലേക്ക് വേണമെന്ന് പറഞ്ഞു, ഇപ്പം നിങ്ങൾ പറഞ്ഞു എന്താ C2 എസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വേഷൻ വർക്കാകാൻ പാടുള്ളൂ എന്ന്. അപ്പം ഇങ്ങനെയൊക്കെ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ 2 ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ ആ ഓർ ഫംഗ്ഷനിൽ എൻ്റർ ചെയ്യേണ്ട സമയമായി. ഇനിയുള്ള ഓരോ സ്റ്റെപ്പും ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഈഫ് കഴിഞ്ഞിട്ടൊരു ബ്രാക്കറ്റ് ഉണ്ട്, അതിൻ്റെ അകത്തായിട്ട് നമ്മൾ ഓർന്ന് എഴുതുന്നു, ഓപ്പൺ ബ്രാക്കറ്റ് ഇടുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഏറ്റവും അങ്ങാറ്റത്ത് ഒരു ക്ലോസ് ബ്രാക്കറ്റും കൂടി അടിച്ചിട്ട് എൻ്റർ അടിക്കുന്നു. ഇപ്പം നമുക്ക് ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വരും. ഇതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, നമ്മൾ ബ്രാക്കറ്റ് ഇട്ട സ്ഥലം കറക്റ്റല്ല. കറക്റ്റായിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഇടാൻ പോവുകയാണ്. ഏറ്റവും ബാക്കിലത്തെ ബ്രാക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ എസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഇടുന്നു, എന്നിട്ട് കോമ ഇടുന്നു. കോമ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ ആ ബ്രാക്കറ്റ് കൊണ്ട് ഇട്ട് നമ്മൾ എൻ്റർ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻ റെഡിയായി. നമ്മൾ എന്നിട്ട് അത് താഴത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പോൾ 2 പേർക്ക് ബോണസ് കിട്ടിയുള്ളൂ. ഇക്വേഷൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രയാണ്, 3 പേർക്ക് ബോണസ് കിട്ടി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഇക്വേഷനകത്ത് രാഹുലിന് ബോണസ് ഇല്ല, കാരണം രാഹുൽ 90,000 എബോവ് എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പം രാഹുൽ ടാർഗറ്റ് എത്തി, അതുകൊണ്ട് രാഹുലിന് ബോണസ് കിട്ടി. ഇപ്പം കേസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഓർ ഫംഗ്ഷനും കൂടി ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തു. ഇനി നമുക്ക് ഏതെങ്കിലും എമൗണ്ടൊക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോണസിൻ്റെ സ്റ്റാറ്റസ് മാറുന്ന കാണാം. ഇപ്പോൾ നമ്മൾ അനുവിന് 30,000 സെയിൽ എമൗണ്ട് ഇട്ടപ്പോൾ എന്നാ അനു ബോണസിന് എലിജിബിൾ അല്ല. അതുപോലെ നമ്മൾ ഓരോ കേസിലും എസ് നോയാക്കുകയും അതുപോലെ എമൗണ്ടൊക്കെ മാറുമ്പോഴത്തേക്ക് ഇക്വേഷൻ അതനുസരിച്ച് മാറും. അപ്പോൾ എല്ലാവർക്കും
ഈഫ് പ്ലസ് ഓർ കോമ്പിനേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു, വെറും ഒരു ഈ ഫോർമുല ചെയ്തു. അതായത് നമ്മുടെ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഈ കണ്ടീഷൻ നിങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ റിസൾട്ട് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടേ നമുക്ക് 2 കണ്ടീഷൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി, നമുക്ക് റിസൾട്ട് വേണം. ആർക്കെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ ഡൗട്ട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക.